ആദ്യം ദത്തെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് എല്ലാവരുടെയും മുമ്പിൽ സച്ചിയും അതുപോലെ രേവതിയും കൂടി പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ രവി നല്ല കാര്യമാണെന്നുള്ള കാര്യം പറയുകയാണേ. എന്നാൽ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത്? ഇതെന്താ ആശ്രമമാണോ എല്ലാവരെയും വിളിച്ചു കയറ്റാൻ വേണ്ടിയിട്ട്? ചന്ദ്രയുടെ സംസാരം കേട്ട ഉടനെ തന്നെ അമ്മേ, അവര് നല്ലൊരു കാര്യമല്ലേ പറയുന്നത്? ആ പയ്യനാണെങ്കിൽ വേറെ ആരും ഇല്ലല്ലോ, അതിന് നമ്മുടെ വീടാണോ കിട്ടിയിരിക്കുന്നത്? ഓൾറെഡി ഞാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ തന്നെ ഇവിടെ വന്നങ്ങാണ്ട് കയറി കിടക്കുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ രേവതി എന്നെ കുറിച്ചാണെന്നുള്ള കാര്യം സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷെ സച്ചിയാണെന്നുണ്ടെങ്കിൽ രേവതിയുടെ അടുത്ത് തിരിച്ച് എന്നെയും കൂടി ചേർത്തിട്ടാണ് ചന്ദ്ര അവരൊരു തീരുമാനം എടുത്തിട്ട് പറയാണ്, അത് സംസാരിച്ച് തീർക്കുന്നതിന് മുമ്പായിട്ട് നീ എന്തിനാ ഓരോ ഗുണ്ടെടുത്ത് പൊട്ടിക്കുന്നത്? ആ പയ്യനെന്ന് വിചാരിച്ചിട്ട് ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് രവിയും വളരെ വിഷമത്തോടു കൂടി പറയുന്ന സമയത്ത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വല്ല കാശും കൊടുക്കാൻ പറ, അല്ലെങ്കിൽ വല്ല തുണിയോ വേറെ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ വേണ്ടി പറ. ഇതൊന്നും ചെയ്യാതെ അവരെ ഇങ്ങോട്ട് എടുത്തിട്ട് കൂട്ടിക്കൊണ്ടെന്ന് വളർത്താനാണോ ഉദ്ദേശം? തുടർന്ന് ചന്ദ്ര പണ്ടത്തെ ഒരു കാര്യമാണ് കേട്ടോ പറയുന്നത്. രവിയേട്ട, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പണ്ട് ശ്രീകാന്ത് ഒരു നായ്ക്കുട്ടിയെ എടുത്തോണ്ട് വന്നത്? അത് കേട്ട ഉടനെ തന്നെ ശ്രീകാന്ത് പറയുന്നുണ്ട്, അമ്മ അതിനെ ഇവിടെ വളർത്താൻ വേണ്ടി സമ്മതിച്ചില്ലല്ലോ, അതിനെ ഓടിച്ചു വിട്ടില്ലേ, പാവം, അതിനെന്ത് പറ്റിക്കാണോ ആവോ എന്നുള്ള വിഷമത്തിലാണ് കേട്ടോ ശ്രീകാന്ത് ഇപ്പോഴും. ഒരു നായെ പോലും ഞാൻ ഈ വീട്ടിൽ വളർത്തരുത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞിട്ടുണ്ട്, പോരാത്ത തന്നെ അപ്പൊ ഒരു പയ്യനെ കൂട്ടിക്കൊണ്ട് വരുന്നത്. ചന്ദ്രമതിയുടെ സംസാരം കേട്ടിട്ട് നായയും അതുപോലെ തന്നെ ഇതും ഒന്നാണോ എന്നുള്ള കാര്യം രവി ചോദിക്കുന്നുണ്ട്. എനിക്കെല്ലാം ഒരുപോലെയാണ് എന്നുള്ളതാണ് ചന്ദ്രയുടെ പക്ഷം. അമ്മയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും നമ്മുടെ സച്ചിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അച്ഛാ, ഇതാ ഇവനെ പോലത്തെ സുധിയെ കാണിച്ചുകൊണ്ടാണ് പറയുന്നത്, ഇവനെ പോലത്തെ ഒരുത്തിനെ വളർത്തുന്നതിനേക്കാൾ നല്ലത് ഒരു നായയെ ദത്തെടുത്ത് വളർത്തുന്നതായിരുന്നു. സച്ചിയുടെ സംസാരം കേട്ടിട്ട് നീ എന്തിനാണ് ഇപ്പൊ എന്നെ ഇതിലേക്ക് വലിച്ചെഴുക്കുന്നത് എന്നും അവനെ എന്തിനാ ഇപ്പൊ ദത്തെടുത്ത് വളർത്താൻ വേണ്ടി പോകുന്നത്? നിങ്ങൾക്ക് എന്താ കുറെ നാളായോ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞില്ലാണ്ട് നടക്കുന്ന രീതിയൊന്നും അല്ലല്ലോ. ഞങ്ങൾക്ക് കുഞ്ഞുണ്ടാവുമ്പോ ഉണ്ടാവട്ടെ, പക്ഷേ എന്തായാലും ആദ്യം ഞങ്ങള് മകനായിട്ട് സ്വീകരിച്ച് ദത്തെടുത്ത് വളർത്താൻ വേണ്ടി തീരുമാനിച്ചു. സച്ചിയുടെ തീരുമാനം ഉറച്ചതാണെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, അങ്ങനെ ആരെങ്കിലും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പുറത്തെവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് വളർത്തിക്കോ, ഈ വീട്ടിലേക്ക് ആരെയും കൂട്ടിക്കൊണ്ട് വരരുത്. അവന്റെ അമ്മയ്ക്ക് തന്നെ അവനെ വേണ്ടാത്ത മട്ടിലാണ് ഇട്ടിട്ട് പോയിട്ടിരിക്കുന്നത്, പിന്നെ നിങ്ങൾ എന്തിനാ അവനെ കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുമ്പോൾ, അത് എന്തെങ്കിലും ആവട്ടെ, എന്തായാലും ആദ്യം ദത്തെടുത്ത് വളർത്താൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യമാണ് സച്ചി പറയുന്നത്. ഇത് കേട്ട ഉടനെ തന്നെ സുധി സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ ശമ്പളത്തിൽ നിങ്ങൾ തന്നെ ജീവിച്ചു പോകുന്നത് ഒരു വിധത്തിലാണ്, ഇനി ഇതൊന്നും പോരാത്തതിനാണോ ഇനി വേറൊരു പയ്യന് വേണ്ടിയിട്ട് ചെലവാക്കാൻ വേണ്ടി പോകുന്നത്? അതൊക്കെ ഞങ്ങളുടെ കാര്യമാണ്, നീ അതൊന്നും അന്വേഷിക്കേണ്ട എന്നുള്ള കാര്യം സുധിയുടെ അടുത്ത് തിരിച്ച് സച്ചി മറുപടിയും കൊടുക്കുന്നുണ്ട്. പക്ഷേ സുധിയെയും എതിർത്ത് സച്ചി സംസാരിക്കുന്നത് കാണുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് വീണ്ടും ദേഷ്യം വരുന്നുണ്ട്. ഇത് എന്റെ വീടാ എന്നുള്ള കാര്യം പറയാണേ. അച്ഛ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുറത്തൊരു ബോർഡ് അടിച്ചിട്ട് അമ്മയുടെ അടുത്ത് പറ, ഇത് എന്റെ അച്ഛൻ തന്ന വീടാണെന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഒരു ബോർഡ് അടിച്ചു വെക്കാൻ വേണ്ടിയിട്ട്. ചുമ്മാ വല്ലതിങ്ങനെ വായത്തൊന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ചന്ദ്രയുടെ അടുത്ത് വർഷ ചോദിക്കുന്നത്, സച്ചിയും അതുപോലെ തന്നെ രേവതിയും കൂടി ചേർന്നിട്ട് ആദിക്ക് ഒരു ലൈഫ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു, അതില് ആന്റിയുടെ പ്രശ്നം എന്താണ്? ഇത് നല്ലൊരു കാര്യമാണ് രേവതി ചേച്ചി, ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ ശ്രീകാന്തും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോഴേക്കും ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട്, ഇവിടെ എന്താ വല്ല വോട്ടെടുപ്പാണോ നടക്കാൻ വേണ്ടി പോകുന്നത്? ആരും സപ്പോർട്ട് ചെയ്യണ്ട, ഇങ്ങോട്ട് എന്തായാലും ആരും കൂട്ടിക്കൊണ്ട് വരുമോ വേണ്ട. അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് ആദ്യം അങ്ങോട്ടും കൂടി തട്ടിയിടുന്ന് കളിക്കുന്നത് പോലെയാണല്ലോ സംസാരം വരുന്നത്. അത് കേട്ട് രേവതി ആണെങ്കിൽ പറയുന്നുണ്ട്, ഇതുകൊണ്ടാണ് സച്ചേട്ട ഞാൻ പറഞ്ഞത്, വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളാണ് നടക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കും ദൈവം ഷീട്ടിട്ട് നോക്കുന്ന സമയത്ത് വേണ്ട എന്നുള്ള കാര്യം പറഞ്ഞെന്ന് എല്ലാവരുടെ മുമ്പിൽ നിന്ന് രേവതി അങ്ങ് തുറന്നു പറയുകയാണ്. രേവതി പറഞ്ഞു കേട്ട ഉടനെ തന്നെ രവി ചോദിക്കുന്നുണ്ട്, അല്ല ഷീട്ടിട്ട് നോക്കിയപ്പോ വേണോ എന്നുള്ള കാര്യം പറഞ്ഞു എന്നല്ലേ നീ പറഞ്ഞത്? അതച്ച് ഞാൻ ചുമ്മാ പറഞ്ഞതാണ്, വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെ റെസ്പോൺസ് എന്തായിരിക്കും എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. എന്തായാലും ഇവിടുത്തെ മെജോറിറ്റി നിങ്ങൾ 3 പേരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അമ്മയും അതുപോലെ തന്നെ ശ്രുതിയും മാത്രമാണല്ലോ ഇതിന് സപ്പോർട്ട് ചെയ്യാത്തത്. അതേക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് നമ്മുടെ ശ്രുതി പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടല്ലോ. പക്ഷെ ഇതാണ് കറക്റ്റ് സമയം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശ്രുതി ഉള്ളിലേക്ക് കയറി വരുവാണ്. വന്ന ഉടനെ തന്നെ ഒന്നും അറിയാത്തതുപോലെ എല്ലാവരും കൂടി ചേർന്നിട്ട് എന്താ സംസാരം എന്നുള്ള കാര്യം ചോദിക്കാൻ കേട്ടോ ആന്റിയുടെ അടുത്ത്. വാ ശ്രുതി, നീയെങ്കിലും ഇങ്ങോട്ട് വാ, ഇവിടെ നടക്കുന്ന അന്യായങ്ങൾ നീ ഒന്ന് ചോദ്യം ചെയ്യണം എന്തായാലും. അന്ന് ഇവിടെ കണ്ണിന് കെട്ടൊക്കെ ഇട്ടിട്ട് ഒരു പയ്യൻ വന്നിട്ടില്ലായിരുന്നോ? എന്താ അവന്റെ പേര്? ആദിയോ എന്തോന്ന്? അവന് ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ദത്തെടുക്കാൻ വേണ്ടി പോവാണ് പോലും. അവന്റെ അമ്മ ഒരു ഓടിപ്പോകുന്നവളാണെന്ന് തോന്നുന്നു. അവക്ക് തന്നെ വേണ്ടാത്തത് കൊണ്ട് ഇനി ഇവർ ചേർന്ന് ദത്തെടുക്കാൻ വേണ്ടി പോവാന്നൊക്കെ പറയാണ്. പിന്നെ ദത്തെടുക്കാൻ വേണ്ടി പോകുന്നു, ഇനി ആ പയ്യനെങ്ങാനും വന്നിട്ട് ഇവിടെ നിന്ന് എന്തെങ്കിലും എടുത്തോണ്ട് പോയിട്ട് ഓടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യമാണ് കേട്ടോ സുധി ചോദിക്കുന്നത്. സുധി എന്താണോ ചെയ്യുന്നത് അതാണല്ലോ സുധിയുടെ മൈൻഡിലേക്ക് കയറി വരുന്നത്. അത് സച്ചി ചോദ്യം ചെയ്യുന്നുണ്ട്. നീ എന്താടാ വിചാരിച്ചത് എല്ലാവരും നിന്നെ പോലെയാണോ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോഴേക്കും പിന്നെ സുധിയുടെ വായ അടക്കുകയാണ്. ശ്രുതി, നീ ഈ വീട്ടിലെ മൂത്ത മരുമകളാണ്, ഇവരെല്ലാരും അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നീ അത് പറ്റില്ല എന്നുള്ള കാര്യം പറയണമെന്ന് പറയാണ്. ചന്ദ്രമതി ശ്രുതിയെ കൂട്ടുപിടിക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്കും സച്ചി ചന്ദ്രയുടെ അടുത്ത് പറയുന്നുണ്ട്,
ഇവിടെ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതൊന്നും ഞാൻ കേൾക്കാൻ വേണ്ടി പോകുന്നില്ല. എന്റെ അച്ഛൻ എന്താണോ പറയുന്നത് അത് മാത്രമേ ഞാൻ അനുസരിക്കുള്ളൂ. ഇതില് എന്ത് മറുപടിയാ പറയേണ്ടതെന്നുള്ള കാര്യം അറിയാത്ത മട്ടിലാണ് കേട്ടോ രവി അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് കണ്ട ഉടനെ തന്നെ രേവതി പറയുന്നുണ്ട്, ഇതില് തീരുമാനം എടുക്കേണ്ടത് ആദിയുടെ അമ്മമ്മയാണ്. അമ്മമ്മ ശരിയെന്ന് പറഞ്ഞാൽ മാത്രം മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യൂ എന്നുള്ള കാര്യം രേവതി പറയുന്നത് കേൾക്കുമ്പോഴേക്കും, അങ്ങനെ നീ ചെയ്യുന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ചെയ്തോളാൻ വേണ്ടിയിട്ട് ചന്ദ്ര ഇവരെടുത്ത് പറയാണ്. പക്ഷേ അവനെ ഞങ്ങൾ ദത്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ഞങ്ങളുടെ പയ്യനാണ്, അതുകൊണ്ട് ഇവിടെ തന്നെ ഞങ്ങൾ വളർത്തും എന്നുള്ള കാര്യം സച്ചി ചന്ദ്രയുടെ അടുത്ത് മുഖത്തടിച്ചതുപോലെ പറയുന്നുണ്ട്. അങ്ങനെ ഇനിയിപ്പോ സച്ചിയുടെ അടുത്തോ മറ്റാരടുത്ത് കൂട്ടുപിടിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചന്ദ്ര രവിയുടെ അടുത്ത് പറയുന്നുണ്ട്, രവിയേട്ട നിങ്ങൾ കേൾക്കുന്നില്ലേ ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊന്നും എന്നുള്ള കാര്യം പറയുമ്പോൾ ചന്ദ്രയെ നിർത്ത്, അവരെന്തായാലും ഒരു നല്ല കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്, അവരുടെ താല്പര്യം അതാണെന്നുണ്ടെങ്കിൽ അവരത് ചെയ്യട്ടെ എന്ന് പറയാണ്. അച്ഛന്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു പോസിറ്റീവ് റെസ്പോൺസ് നമ്മുടെ സച്ചിക്കും അതുപോലെ രേവതിയെയും ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനാണോ പറയുന്നത് എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുന്ന സമയത്ത് സച്ചിയും രേവതിയും പറഞ്ഞതുപോലെ തന്നെ ആദ്യം അവന്റെ അമ്മമ്മയുടെ അഭിപ്രായം എന്താന്നുള്ള കാര്യം അറിയണം. അവർക്ക് സമ്മതമാണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പ്രധാനം ആ പയ്യനെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ടോ എന്നുള്ള കാര്യം അറിയുക എന്നുള്ളതും കൂടിയാണ്. എന്താണ് നടക്കാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം കാണാമെന്നും ആ പയ്യനെ ഇങ്ങോട്ട് വരാനുള്ള യോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദൈവം അവനെ ഇവിടെ എത്തിക്കുന്നൊക്കെയാണ് കേട്ടോ രവി പറയുന്നത്. പിന്നെ ആർക്കും അതിൽ ഒരു അഭിപ്രായം ഒന്നും പറയാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയാവാണ്. രേവതിയുടെ സന്തോഷം കണ്ടിട്ട് നമ്മുടെ ശ്രുതിക്ക് കലി അടക്കാൻ വേണ്ടി പറ്റുന്നില്ല. നേരെ റൂമിൽ പോയിട്ട് കുറച്ചു നേരമൊക്കെ ആലോചിക്കുന്നുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ സച്ചി ആദ്യം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടിരുന്ന മട്ടുണ്ടല്ലോ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നേരെ വിമലയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഫോണിലേക്ക് വിളിച്ച ഉടനെ തന്നെ ആദ്യമാണ് കേട്ടോ ഫോൺ എടുക്കുന്നത്. ആദ്യം അമ്മയുടെ അടുത്ത് ചോദിക്കുന്നത്, അമ്മ എന്താ എന്റെ അടുത്ത് പറയാതെ പോയത് എന്നുള്ള കാര്യമാണ്. അമ്മയ്ക്ക് കുറച്ച് ജോലി തിരക്കുണ്ടായിരുന്നടാ, അതുകൊണ്ടാ പോയത്, ഇനി ഒരു ദിവസം വരാമെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അമ്മമ്മയ്ക്ക് ഫോൺ കൊടുക്കാൻ വേണ്ടി പറയാണ്. അതുപോലെ തന്നെ ആദ്യം കൊണ്ടുപോയിട്ട് വിമലയുടെ കയ്യിൽ ഫോൺ കൊടുക്കുകയാണ്. ആരാ കല്യാണി എന്ന് ഫോൺ എടുത്ത ഉടനെ തന്നെ വിമല പറയുന്നുണ്ട്, അമ്മയുടെ അടുത്ത് ഞാൻ പണ്ടേ പറഞ്ഞതാണ് ആ രേവതിയുമായിട്ടുള്ള പഴക്കം വേണ്ട എന്നുള്ള കാര്യം. ഇപ്പോ അത് എവിടെ കൊണ്ടുവന്ന് നിൽക്കുന്നു എന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതിനിപ്പോ എന്താ കല്യാണി നടന്നത്, ഇവിടുന്ന് തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തീർത്തിട്ടല്ലേ അവര് പോയെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. പിന്നെ കുറച്ചു നേരത്തെ അച്ചിയും അതുപോലെ രേവതിയും എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ എടുത്തില്ല എന്ന് പറയാണ്. അവർ എന്തിനാ വിളിച്ചതെന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയോ, ആദിക്ക് വേണ്ടിയിട്ടാണ്. ആദിക്ക് വേണ്ടിയിട്ടോ എന്ന് വിമല ഇത് കേൾക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്. ഒരുപാട് നാളായിട്ട് സച്ചിക്കും രേവതിക്കും കുഞ്ഞുങ്ങളില്ലാത്തതുപോലെ ഇപ്പൊ ആദിയെ ദത്തെടുക്കാൻ വേണ്ടി പോവാണെന്നാ പറയുന്നത്. ആണോ എന്നുള്ള കാര്യം വിമല ചോദിക്കുമ്പോൾ അമ്മ എന്ത് സാധാരണയായിട്ടാണ് ആണോ എന്നുള്ള കാര്യം ചോദിച്ചത്. അല്ല, ഒരുപക്ഷെ ഞാൻ ആദ്യ കഥകളെല്ലാം പറഞ്ഞത് കേട്ടപ്പോ അവർക്ക് ചിലപ്പോ അവനോടൊരു സിമ്പതി തോന്നി കാണൂ എന്നുള്ള കാര്യം പറയുമ്പോ അമ്മയുടെ അടുത്ത് ആരാണ് ആ കഥയെല്ലാം അവരുടെ അടുത്ത് പറയാൻ വേണ്ടി പറഞ്ഞതെന്നാണ് കേട്ടോ ശ്രുതി അങ്ങോട്ടേക്ക് ചോദിക്കുന്നത്. അവര് ആദ്യ ദത്തെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് വീട്ടിൽ പറഞ്ഞോ എന്നുള്ള കാര്യം വിമല ചോദിക്കുന്നുണ്ട് ശ്രുതിയുടെ അടുത്ത്. ഉള്ള കാര്യം കല്യാണി പറയുന്നത് കേൾക്കുമ്പോ എന്താ അവര് പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുകയാണെ. അവരെന്താ പറഞ്ഞെന്നുള്ള കാര്യം അറിഞ്ഞിട്ട് അമ്മ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അല്ല കല്യാണി, ഒരു വിധത്തെ നോക്കുന്ന സമയത്ത് ഇത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ലേ, അവന് നിന്റെ കൂടെ നിൽക്കാൻ വേണ്ടി പറ്റുമല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്റെ പയ്യനെ ഞാൻ അവർക്ക് ദത്ത് കൊടുക്കണോ, നീ നിന്റെ പയ്യനാണ് എന്നുള്ള കാര്യം എന്നാണ് അംഗീകരിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് കരുതിയിട്ട് ഞാൻ എന്റെ പയ്യനെ അവർക്ക് കൊടുക്കണം എന്നാണ് അമ്മ പറയുന്നത്. അമ്മ ചുമ്മാ ഓരോന്നും പറയരുത്, എന്റെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വരും. ശരി, എന്തായാലും ഞാൻ അവര് വിളിക്കുന്ന സമയത്ത് ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ പറയാ എന്ന് പറയുന്നുണ്ട്. അതിന് അമ്മ അവര് വിളിക്കുന്ന സമയത്ത് ഫോൺ എടുക്കാൻ വേണ്ടി നിൽക്കണ്ട, ഫോൺ എടുത്തില്ലെങ്കിൽ കല്യാണി അവർക്ക് നമ്മുടെ വീട് അറിയില്ലേ, അവരിങ്ങോട്ട് വരില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അവരുടെ മുഖത്തടിച്ചതുപോലെ അമ്മ അങ്ങ് മറുപടി പറഞ്ഞാൽ മതി. അവരെന്ത് വിചാരിക്കുന്നുള്ള കാര്യമൊന്നും അമ്മ ചിന്തിക്കാൻ വേണ്ടി നിൽക്കണ്ട. ആദ്യം അമ്മ അവരുമായിട്ടുള്ള സംസാരം നിർത്തണം എന്നുള്ള കാര്യം പറയുമ്പോൾ ശരി, ഞാൻ അവരുടെ അടുത്ത് ഒന്നും സംസാരിക്കില്ല എന്ന് പറയാണേ. അങ്ങനെ ഫോൺ വെക്കുന്നുണ്ട് ശ്രുതി. തുടർന്ന് സച്ചി രേവതിക്ക് അരികിലേക്ക് വന്നിട്ട് വീണ്ടും വിമലയെ വിളിക്കാൻ വേണ്ടിയിട്ട് രേവതിയുടെ അടുത്ത് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മളെന്തിനാ വിളിക്കുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പിന്നെ ആദ്യം ദത്തെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് അവരുടെ അടുത്ത് ചോദിക്കണ്ടേ. അതിന് സച്ചേട്ട വീട്ടില് ആരും സമ്മതിക്കുന്നില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നടക്കാൻ വേണ്ടി പോകുന്നുള്ള കാര്യം എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു. വീട്ടില് അമ്മയുടെയോ അതുപോലെ സുധിയുടെയോ അല്ലെങ്കിൽ ദൈവത്തിന്റെയോ താല്പര്യമല്ല നമ്മൾ നോക്കേണ്ടത്. ആദിയുടെ അമ്മമ്മയ്ക്ക് ഇതിന് താല്പര്യമുണ്ടോ എന്നുള്ള കാര്യമാണ്. അതാണ് ഇപ്പൊ ഇവിടെ പ്രധാനമായിട്ടുള്ള കാര്യം. അതല്ല സച്ചേട്ട, ഇപ്പോ ദൈവം തന്നെ വേണ്ട എന്നുള്ള കാര്യം പറഞ്ഞില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അപ്പൊ നിനക്ക് താല്പര്യമില്ലേ ആദ്യം ദത്തെടുത്ത് വളർത്താൻ വേണ്ടിയിട്ട് എന്ന് രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടേ സച്ചി. താല്പര്യമില്ലാത്തത് കൊണ്ടല്ല എന്നും അവന് നമ്മളാൽ കഴിയുന്ന ഒരു ജീവിതം കൊടുക്കുക എന്നുള്ള കാര്യം എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം നീ ആദിയുടെ അമ്മമ്മയെ വിളിച്ചിട്ട്
കാര്യങ്ങളെല്ലാം പറയും. എന്നിട്ട് അവരുടെ താല്പര്യം എന്താന്നുള്ള കാര്യം അറിയൂ. നീ രേവതി ആദ്യം അവരെ വിളിക്കൂ എന്നുള്ള കാര്യം വീണ്ടും സച്ചി പറയുന്ന സമയത്ത് രേവതി ഫോൺ എടുത്ത് വിളിക്കുന്നുണ്ട്. രേവതിയുടെ കോള് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ആദ്യം വിമലയെ അറിയിക്കുമ്പോഴേക്കും വിമലയാണെങ്കിൽ ഓടി വരുവാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് രേവതിയുടെ കോള് വന്നു കഴിഞ്ഞാൽ എടുക്കരുത് എന്നുള്ള കാര്യം ആദ്യയുടെ അടുത്ത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അതെന്താ അമ്മമ്മേ, അവർക്ക് എന്നെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം ആദ്യം ചോദിക്കുമ്പോൾ അത് തന്നെയാണടാ പ്രശ്നം. നിനക്ക് ആ കാര്യങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇനി അവർ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നീ ഫോൺ എടുക്കാൻ വേണ്ടി പാടില്ല. അവരുമായിട്ട് സംസാരിക്കുന്നത് നിന്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്നുള്ള കാര്യം കൂടി ആദ്യം എടുത്ത് പറയുമ്പോൾ ആ ശരി എന്നുള്ള മട്ടിൽ ആദ്യം അവിടെ ഇരിക്കുവാണ് കേട്ടോ. ഫുള്ള് റിങ് ചെയ്തിട്ടും വിമല ഫോൺ എടുക്കാത്തത് കൊണ്ട് സച്ചിയുടെ അടുത്ത് ഇങ്ങനെ ഫോൺ എടുക്കുന്നില്ല എന്ന് പറയാണേ. വൈകിട്ട് വിളിച്ചപ്പോഴും എടുത്തില്ല, ഇപ്പൊ വിളിച്ചപ്പോഴും ഫോൺ എടുക്കുന്നില്ല. ശരി, എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഫോണിലൂടെ അല്ല സംസാരിക്കേണ്ടത്, നേരിട്ട് പോയിട്ട് സംസാരിക്കേണ്ടതെന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഒരുപക്ഷെ ആദിയുടെ അമ്മമ്മ ഓക്കെ പറഞ്ഞാലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ പോയിട്ട് അവനെ കൂട്ടിക്കൊണ്ടുവരും, നമ്മൾ ദത്തെടുക്കും അവനെ. അതിന് അമ്മ സമ്മതിക്കില്ലല്ലോ എന്ന് രേവതി വീണ്ടും ചോദിക്കുമ്പോൾ അമ്മയുടെ സമ്മതമൊന്നും ഇവിടെ ആർക്കും ആവശ്യമില്ല. അങ്ങനെ അച്ഛൻ സമ്മതിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവനെ ദത്തെടുക്കാം എന്നുള്ള മട്ടിലാണ് സച്ചി ഉള്ളത്. പക്ഷെ രേവതിയാണെന്നുണ്ടെങ്കിൽ സച്ചിയുടെ അടുത്ത് പറയുന്നത് നമ്മൾ ഒന്നിനും തിരക്ക് പിടിക്കേണ്ട കാര്യമില്ല. ആദ്യമാണെന്നുണ്ടെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കല്ലേ, അവന്റെ ക്ലാസ്സും കഴിയണല്ലോ. അവന്റെ ക്ലാസ് കഴിഞ്ഞാൽ മാത്രമല്ലേ അവനെ ആ സ്കൂളിൽ നിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ അവനും നമ്മളോട് സ്നേഹമൊക്കെ വേണ്ടേ, അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അവനെ പോയി കാണുകയും അവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാന്നൊക്കെ രേവതി പറയുന്നുണ്ട്. ആദ്യം നമ്മൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ആദ്യയുടെ അമ്മമ്മ അവിടെ ഒറ്റയ്ക്കാവില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്ക് സച്ചി പറയുന്നത് അവരെ നമുക്ക് കൊണ്ടുപോയിട്ട് നമ്മുടെ അച്ഛമ്മയുടെ കൂടെ ആക്കാം, അച്ഛമ്മ അവരെ നന്നായിട്ട് നോക്കിക്കോളെന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മൾ എടിപിടിന്ന് വെച്ചിട്ട് ഒരു തീരുമാനമൊന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല. അവർക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ട്, അത് അവരുടെ നാടാണ്. അങ്ങനെ പെട്ടെന്ന് എങ്ങനെ എല്ലാം വിട്ടിട്ട് അവർക്ക് വരാൻ വേണ്ടി പറ്റുക. എല്ലാ കാര്യത്തിലും സച്ചിയുടെ ഈ ധൃതി കാണിക്കുന്നത് പോലെ ഈ കാര്യത്തിലും ധൃതി കാണിക്കരുത്. എന്തായാലും ഇപ്പോ ആദിയുടെ അമ്മമ്മയുടെ അടുത്ത് ഈ കാര്യത്തെക്കുറിച്ച് ചോദിക്കണ്ട എന്ന് പറയാണ്. പിന്നെ എപ്പോഴാ ചോദിക്കുക എന്ന് സച്ചി ചോദിക്കുമ്പോ എല്ലാത്തിനും അതിന്റേതായ സമയം വരും, അപ്പൊ നമുക്ക് ചോദിക്കാം, അല്ലാതെ വെറുതെ ധൃതി കാണിക്കണ്ട എന്നുള്ള കാര്യം പറയുമ്പോ രേവതി ഞാന് ആദ്യം കൂട്ടിക്കൊണ്ടിരുന്ന കാര്യത്തെ കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത്, എന്നാൽ നീയാണെന്നുണ്ടെങ്കിൽ അതിന് ചുറ്റുമുള്ള കാര്യങ്ങളെ കുറിച്ച് എല്ലാം ചിന്തിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് സച്ചിയേട്ടാ പറയുന്നത് എന്തൊരു കാര്യം ചെയ്യുന്ന സമയത്ത് മുന്നും പിന്നും നോക്കിയിട്ട് വേണം ചെയ്യാൻ എന്നുള്ള കാര്യം. ഓ, എന്റെ ഭാര്യയ്ക്ക് ഇത്രയും ബുദ്ധിയൊക്കെ ഉണ്ടല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് സച്ചിയേട്ടന് ഇപ്പോഴാണല്ലേ മനസ്സിലായത്. അല്ല, എനിക്ക് അതേ മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് രേവതിയെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും സച്ചിട്ട് ആരെങ്കിലും വരും കാണും. സച്ചിട്ടൻ പോയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ഒരു പാക്കറ്റ് പാലെടുത്തോണ്ട് വാ എന്ന് പറഞ്ഞിട്ട് രേവതി പറഞ്ഞു വിടുന്നുണ്ട്. ഈ ദിവസമാണ് കാണിക്കുന്നത്. ശ്രുതി മീരയുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട മീരയാണെന്നുണ്ടെങ്കിൽ മീരയുടെ അടുത്ത് പറയുന്നത് കഴിഞ്ഞ ജന്മത്തിൽ നീ ഭയങ്കര ഹരിചന്ദ്രനായിരുന്നു എന്നുള്ള കാര്യമാണ് തോന്നുന്നത്. അതെന്താ നീ അങ്ങനെ പറഞ്ഞെന്ന് ശ്രുതി ചോദിക്കുമ്പോ അല്ല, നീ ഇത്രയും കള്ളം പറഞ്ഞിട്ടും പിടിക്കപ്പെടാതെ നടക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. കഴിഞ്ഞ ജന്മത്തിൽ നീ ഭയങ്കര പുണ്യവതിയാണെന്നുള്ള കാര്യമാണ് തോന്നുന്നത്, അതുകൊണ്ട് മാത്രമായിരിക്കും ഈ ജന്മത്തിൽ നീ പിടിക്കപ്പെടാതെ നടക്കുന്നതെന്നൊക്കെ പറയുമ്പോ നിനക്ക് എന്റെ കഥ കേട്ടിട്ട് തമാശയായിട്ടാണല്ലേ തോന്നുന്നത്. അതുകൊണ്ടല്ലടി, നീ ഇന്നലെ പിറന്നാളിന് എന്നെ വിളിച്ചതല്ലേ, എനിക്ക് ജോലി ഉള്ളത് കൊണ്ടാണ് ഞാൻ വരാണ്ടിരുന്നത്. ഞാനെങ്ങാനും ബർത്ത്ഡേക്ക് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനും പിടിക്കപ്പെട്ടേനെ, കേക്കിന് പകരം സച്ചി എന്നെ വെട്ടിയനെ എന്നുള്ള കാര്യം പറയാണേ. എന്ത് ചെയ്യാനാടി, അമ്മ എല്ലാ സത്യങ്ങളും അവരുടെ അടുത്ത് തുറന്നു പറഞ്ഞു, എന്റെ പേര് മാത്രമാണ് പറയാണ്ടിരുന്നത്, അതും ഒരു ദിവസം പുറത്തു വരും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ആദ്യം അവര് ദത്തെടുത്ത് വളർത്താം എന്നുള്ള കാര്യം തീരുമാനിച്ചു എന്നുള്ള കാര്യം പറയുമ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്റെ മകനെ അങ്ങനെ വേറെ ആർക്കെങ്കിലും ദത്ത് കൊടുത്തിട്ട് വളർത്താൻ വേണ്ടിയിട്ട് ഞാൻ അനുവദിക്കുമോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് നീ നിന്റെ മകനെ നിന്റെ കൂടെ നിർത്തി വളർത്താത്തത് കൊണ്ടാണ് മറ്റുള്ളവര് ദത്തെടുക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. ഞാൻ നിന്നെ കുത്തി നോവിക്കാന്നൊന്നും നീ വിചാരിക്കരുത്. എത്രയെന്ന് വിചാരിച്ചിട്ടാണ് നീ ആദ്യയുടെ കാര്യം മറച്ചു വെക്കുക വീട്ടിലെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ലല്ലോ ഇപ്പോഴാണ് എന്റെ അമ്മായിമ്മ അച്ഛനെ കുറിച്ചിട്ട് തൽക്കാലം ചോദിക്കാതിരിക്കുന്നത്. നിന്റെ അച്ഛനെ നീ ജയിലിലേക്ക് പറഞ്ഞു വിട്ടില്ലേന്ന് ഇത് കേൾക്കുമ്പോൾ മീര ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോൾ എന്തായാലും നീ ഷോർട്ട് റൂട്ടായിരിക്കും പറയുന്നുണ്ടാവുക, പറ എന്തായാലും എന്നുള്ള കാര്യം മീര പറയുന്നുണ്ട്. ഇപ്പോ അമ്മയും അതുപോലെ തന്നെ ആദ്യം നാട്ടിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇവർ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അവരെ കാണുന്നത്. അവരെയും കൂട്ടിയിട്ട് ഈ സിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്ന് പറയുമ്പോൾ നാട്ടിൽ നിൽക്കുമ്പോൾ തന്നെ അവരെ തേടി തേടി പോയിട്ട് ഓരോരോ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇപ്പോ നിന്റെ അരികിലാവുമ്പോൾ പ്രശ്നങ്ങൾ കൂടില്ല എന്ന് മീര ചോദിക്കുമ്പോൾ അവര് എന്റെ കൺവേർട്ട് ആവുന്ന സമയത്ത് കുറച്ചും കൂടി സേഫ് ആയിരിക്കും. അപ്പോൾ ആദ്യയുടെ പഠിത്തം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇവിടെ ഏതെങ്കിലും നല്ല സ്കൂളിൽ ചേർത്താം, നീ എന്തായാലും നല്ല സ്കൂളിൽ റെഫർ ചെയ്തിട്ട് എനിക്ക് പറഞ്ഞതാ എന്ന് പറയുന്നുണ്ട്. മീരയുടെ അടുത്ത് ശ്രുതി അതൊക്കെ ഞാൻ ചെയ്യാം, പക്ഷെ എത്ര നാളെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വെള്ളം മറച്ചു നിൽക്കാൻ വേണ്ടി പറ്റുക? ഒരു പ്രഗ്നന്റ് ആയ ലേഡി എത്ര നാളെന്ന് വെച്ചിട്ടാണ് പ്രഗ്നന്റ് അല്ല എന്നുള്ള കാര്യം മറച്ചു വെക്കാൻ വേണ്ടി പറ്റുക? അതുപോലെ തന്നെയാണ് നമ്മൾ പറയുന്ന കള്ളവും. പക്ഷെ എന്നായാലും ഒരു ദിവസം പിടിക്കപ്പെടും, അതിന് നീ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതിന് നീ പറഞ്ഞത് തന്നെയാണ് റെഫറൻസ്. എന്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഉടനെ തന്നെ പ്രഗ്നന്റ് ആവണം. അതിനെക്കുറിച്ച് നീ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് മീര ചോദിക്കുമ്പോൾ അതെ, അതിനാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കും ശ്രുതിക്കും ഒരു കുഞ്ഞ് പറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ
പിന്നെ ഈ പ്രശ്നങ്ങളെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാലും സുധി എന്തായാലും എന്നെ സ്വീകരിക്കും. അപ്പൊ നിന്റെ അമ്മായിമ്മ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സുധി എന്റെ കൂടെ നിന്നാൽ മതി, മറ്റെല്ലാം എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. എനിക്ക് ജനിക്കാൻ വേണ്ടി പോകുന്ന കുട്ടിയാണ് എന്റെ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്കെല്ലാം എനിക്ക് രക്ഷയാകാൻ വേണ്ടി പോകുന്നത്. ഓ, അപ്പൊ പുതിയ കുട്ടി അവതാരം എടുത്ത് വന്നിട്ട് നിന്നെ സേവ് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യമാണല്ലേ പറയുന്നത്. എന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അത് മാത്രമാണ് ഒരു സൊല്യൂഷൻ ഉള്ളത്. എന്തായാലും കൺസീവ് ആവുന്നില്ല, ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണണം എന്നുള്ള കാര്യമാണ് ശ്രുതി പറയുന്നത്. അത് കഴിഞ്ഞ് രേവതിയാണ് കേട്ടോ കാണിക്കുന്നത്. രേവതിയുടെ ഫോണിലേക്ക് അമ്മ വിളിക്കുന്നുണ്ട്. ആ അമ്മയെ പറ എന്നുള്ള കാര്യം പറയുമ്പോൾ ചേച്ചി ഞാൻ ദേവു ആണെന്നുള്ള കാര്യമാണ് ദേവു പറയുന്നത്. ഞാൻ ചേച്ചിയുടെ അടുത്തൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്, എന്താടി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആദ്യം ചേച്ചിയുടെ അടുത്ത് പറയണമെന്നാണ് വിചാരിച്ചത്, പക്ഷെ ഞാനത് അമ്മയുടെ അടുത്ത് പറഞ്ഞു എന്ന് പറയാണ്. എന്റെ ലൈഫില് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്നൊക്കെ പറയുമ്പോഴേ അതെന്താ ദേവു അത്ര പ്രധാനപ്പെട്ട കാര്യം, നീ ഭയങ്കര ബിൽഡപ്പ് ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ. ചേച്ചി എന്റെ എക്സാം എല്ലാം കഴിഞ്ഞല്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് കുറെ ആയില്ലേ, ഇനി കുറച്ച് ദിവസത്തിനകം റിസൾട്ട് വരും എന്നുള്ള കാര്യമല്ലേ നീ പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ ചേച്ചി റിസൾട്ട് വന്നു. ആണോ, എന്തായി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചേച്ചി ഞാൻ ഫസ്റ്റ് ക്ലാസ്സോട് കൂടി പാസ്സായി എന്നുള്ള കാര്യം പറയുകയാണെ. അത് കേട്ട് രേവതി ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവാണ് കേട്ടോ ചെയ്യുന്നത്. ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല എന്നുള്ള കാര്യം രേവതി പറയുന്ന സമയത്ത് അതെന്താ ചേച്ചി ഞാൻ പാസ്സാവില്ലെന്ന് ചേച്ചി വിചാരിച്ചോന്ന് ചോദിക്കുകയാണെ. ഇല്ല അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ലടി, നീ എപ്പോഴും ബുക്കും പിടിച്ചുകൊണ്ടാണല്ലോ നടക്കാറ്. എന്തായാലും നമ്മുടെ കുടുംബത്തില് ആദ്യത്തെ ഡിഗ്രി ഹോൾഡർ ആണ് നീ. നമ്മുടെ അച്ഛന്റെ സ്വപ്നം നീ സാക്ഷാത്കരിച്ചു. എനിക്ക് സന്തോഷത്തിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും നമുക്ക് ദേവി തുണയായിട്ട് നിന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ ചേച്ചി എനിക്ക് തുണയായിട്ട് നിന്നത് ദേവിയല്ല ചേച്ചിയാണ്. ചേച്ചിയുടെ പഠിത്തം നിർത്തിയിട്ട് ഞങ്ങൾ പഠിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചേച്ചി ത്യാഗം ചെയ്തില്ലേ, ഇതിനെല്ലാം കാരണം ചേച്ചി ഒരാൾ മാത്രമാണ് ചേച്ചി. ദേവു ചേച്ചി കാരണമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതെല്ലാം നിന്റെ കഴിവുകൊണ്ടാണ്. നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് നീ നന്നായിട്ട് പഠിച്ചു, അതുകൊണ്ടാണ് ദേവു എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാനുണ്ട് സന്തോഷം കൊണ്ടാണ്. അപ്പോഴാണ് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അല്ല രേവതി നീ എന്താ കരയുന്നെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ദേവു ഇതാ സച്ചേട്ടൻ വന്നിട്ടുണ്ട്, നീ തന്നെ സച്ചേട്ടനോട് പറയുന്ന പറഞ്ഞിട്ട് ഫോൺ കൊടുക്കുന്നില്ലേ. അപ്പോഴും സച്ചി ചോദിക്കുന്നത് നീ ഇതിനെ കരയുന്നത്, നിന്റെ കണ്ണെന്താ കലങ്ങിയിരിക്കുന്നത് എന്നാണ്. ദേവു എല്ലാം പറയുന്നു പറഞ്ഞിട്ട് ഫോൺ കൊടുക്കുവാണേ. ഫോൺ മേടിച്ചിട്ട് ദേവുവിന്റെ അടുത്ത് ചോദിക്കുന്നത് അല്ല ദേവു എന്താ പ്രശ്നം, എന്തിനാണ് രേവതി കണ്ണൊക്കെ കലങ്ങി നിൽക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചേട്ടാ ഞാൻ ഡിഗ്രി ഫസ്റ്റ് റാങ്കോട് കൂടിയിട്ട് പാസ്സായി എന്നുള്ള കാര്യം പറയാണ്. സച്ചിയും ആ സന്തോഷം കേട്ടിട്ട് ഭയങ്കരമായിട്ട് സന്തോഷപ്പെടുന്നുണ്ട്. ഇപ്പോ എന്റെ കണ്ണും കലങ്ങുന്നുണ്ടെന്നൊക്കെ സച്ചി ദേവുവിന്റെ അടുത്ത് പറയാണ് കേട്ടോ. ആദ്യമായിട്ട് നമ്മുടെ കുടുംബത്തിലെ ഡിഗ്രി ഹോൾഡർ നീ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ എന്ന് പറയാണ് സച്ചിന്റെ അടുത്ത്. പഠിക്കാത്ത ഞങ്ങളെ പോലെ ആൾക്കാർക്കാണ് പഠിച്ചവരുടെ മഹാത്മ്യം എന്താന്നുള്ള കാര്യം അറിയുന്നത്. ഇത് ചേച്ചിയും കൂട്ടിയിട്ട് സച്ചിയേട്ടൻ വീട്ടിലേക്ക് വരുമോ എന്നുള്ള കാര്യം ദേവു ചോദിക്കുന്ന സമയത്ത് ഇതെന്ത് ചോദിക്കാനാണ്, ഞങ്ങൾ രണ്ടുപേരും കൂടി മാലയായിട്ട് അങ്ങോട്ട് വരും എന്നുള്ള കാര്യം പറയാണ് എന്ന് പറഞ്ഞിട്ട് ദേവു ഫോൺ വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ സച്ചിയെ കെട്ടിപ്പിടിച്ചിട്ട് സന്തോഷം കൊണ്ട് കരഞ്ഞു നിൽക്കുന്ന ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്.